ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കണ്ടു കാണുമെന്തോ ശിവനെ. സർക്കാരാണ് കേരളത്തിൽ സർക്കാർ പല ഘട്ടങ്ങളിലും പറഞ്ഞത് രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിന്റെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇന്ന് കേന്ദ്രമന്ത്രി തന്നെ അത് വിശദീകരിക്കുന്നു. റാങ്കിംഗ് തന്നെ നിർത്തലാക്കിയിട്ട് 5 വർഷം കഴിഞ്ഞുവെന്ന്. സത്യത്തിൽ നമ്മുടെ വ്യവസായ മന്ത്രിക്ക് അബദ്ധം പറ്റിയതാണോ? ഈ ചർച്ച ഇപ്പൊ 35 മിനിറ്റ് പിന്നിടുമ്പോ ഒരുപാട് PSC പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർ ഈ ചർച്ച കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതാവ് വന്ന് അദ്ദേഹത്തിന്റേതായിട്ട് ഒരു വികാര പ്രകടനം നടത്തി. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതിനിധി പറയുന്നു ഞാൻ പറയുന്ന കണക്കുകൾ തെറ്റാണെന്ന്. ഞാൻ ഈ ചർച്ച കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ന്യൂസിന്റെ കോർഡിനേറ്റർ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് 2 മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം അതിനൊന്നും ഇല്ലേ, മനോരമയുടെ ന്യൂസാണ്, മനോരമ ഓൺലൈൻ ന്യൂസാണ്. അത് 20/1/2024 വാർത്ത നമ്മുടെ സോഴ്സിൽ നിന്നല്ല, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തയാണ്. അല്ലല്ല, ഞാൻ വായിക്കാം. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. സർക്കാർ നിയമനങ്ങളിൽ 34,110 നിയമനങ്ങളും കേരളത്തിലാണെന്ന് വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM യുവജന നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. അല്ലല്ല, ആ 2 വാർത്ത. ആദ്യത്തെ വാർത്ത ഞാൻ വായിക്കാം. അതായത് 2022 ജൂലൈ മുതൽ 2023 ജൂൺ വരെ എന്നിട്ട് രാജ്യത്ത് ഏറ്റവും അധികം നിയമനം നടത്തിയ PSC കേരളത്തിലേത്? UPSC കണക്കനുസരിച്ച് ഈ കാലയളവിൽ 27 സംസ്ഥാനങ്ങളിൽ PSC നടത്തിയ 66,888 നിയമനങ്ങളിൽ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 28,730 എണ്ണവും കേരളത്തിലാണ്. ബംഗാളിൽ 8,021, UPയിൽ 7,221, ഹിമാചൽ പ്രദേശ് ഒഴികെയുള്ള സംസ്ഥാനം. ഇത് കൃത്യം ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ അടിച്ചു മാറ്റിയതാ. PSCയുടെ പടം വച്ച് അതായത് മറ്റേ ഇതല്ലടാ ഇത്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഈ ചർച്ചയിൽ വന്ന് ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കാര്യവും പറയില്ല. വസ്തുതകൾ വച്ച് തന്നെയേ സംസാരിക്കൂ. ഓരോ സംസ്ഥാനത്ത് നടത്തിയ നിയമനത്തിന്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ഓരോ എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഇത്രയും നാൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തി 1ാം റാങ്കിലാണ് എന്ന് പറഞ്ഞ മന്ത്രി ബോധപൂർവ്വം കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു, അതോ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒരിക്കലുമല്ല. ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ, സംസ്ഥാന ബിസിനസ് പരിഷ്കരണ പ്രവർത്തന പദ്ധതി ആ പദ്ധതി പ്രകാരം 25 തല പരിഷ്കരണമാണ് ഈ സംസ്ഥാനങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം വരുത്തിയത്. അതിൽ 9 എണ്ണത്തിൽ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് വന്നത് കേരളമാണെന്നും സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് 5 എണ്ണത്തിൽ ആന്ധ്രാപ്രദേശ് ആണെന്നും 3 എണ്ണം ഗുജറാത്ത് ആണെന്നും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്ക് നമ്മുടെ വ്യവസായ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. താങ്കൾ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഏതൊക്കെ മേഖലയിലാണ് ടോപ്പ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വാക്ക് കേരളം രാജ്യത്ത് ഒന്നാമത് എന്നായിരുന്നു. അത് തന്നെ ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള വാക്ക് കേന്ദ്ര ബാങ്ക് ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തിയതിന്റെ മറുപടിയായിട്ടാണ് പറഞ്ഞത്. അതായത് ഈ രാജ്യത്തെ ഏറ്റവും ടോപ്പിൽ നിന്ന് ആന്ധ്രയെ പിന്തള്ളി നമ്മൾ വന്നു എന്നും ചന്ദ്രബാബു നായിഡു വരെ ഞങ്ങളുടെ സ്ഥാനം നിങ്ങൾ കൊണ്ടുപോയില്ലോ എന്ന് ചോദിച്ചിട്ട് ഈ കൃത്യമായി 9 ഇനം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് അച്ചീവേഴ്സ് എന്ന കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് വെബ്സൈറ്റ് നോക്കിയാൽ തന്നെ കിട്ടും. ഇന്നിനി നീ മിണ്ടരുത്. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് കഴിഞ്ഞോ? ഈ കേരളം മാറിയിരിക്കുന്നു, ആ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ടല്ലേ അമേരിക്ക, റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ തന്നെ കൊറിയ, ജപ്പാൻ, മലേഷ്യ ഇത്തരം രാജ്യങ്ങൾ ഇങ്ങ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് കുറച്ച് മണിക്കൂർ ആ നിക്ഷേപ സംഗമത്തിന്റെ ഉദ്ഘാടന സെക്ഷനിൽ പങ്കെടുത്തതാണ്. ഭയങ്കരം തന്നെ. കുറെ പ്രതിനിധികളെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ലോകം ഏറ്റെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷവും ഒത്തുകൂടട്ടെ, എല്ലാവരുടെയും സഹകരണം വേണം, കേന്ദ്രത്തിന്റെ സഹായം വേണം. ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ പറഞ്ഞാൽ അത് മുൻ അനുഭവങ്ങൾ ഉള്ള ആളുകൾ അത് വിശ്വസിക്കുമോ? അതൊന്നും എനിക്കറിയാൻ മേല.
ഇല്ല, ഒരിക്കലില്ല. നാളെ സമയം കിട്ടുമെങ്കിൽ നിഷ ഒന്ന് വരിക. അവിടെ ഡിജിറ്റൽ സ്ക്രീനിൽ മുഴുവൻ ഈ 9 ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് നമ്മൾ മാറിയ മേഖലകൾ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, അങ്ങ് ചെന്ന് ഈ ഹാളിന്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അല്ല, അതൊക്കെ ഞാൻ കണ്ടതാണ്. ശ്രീ അരുൺകുമാർ മനസ്സിലാക്കേണ്ട കാര്യം മന്ത്രി പി രാജീവ് ഡൽഹിയിൽ ഇത് പറയുമ്പോൾ തന്നെ അത് അങ്ങനെയല്ലെന്നും ഈ 9 ക്രൈറ്റീരിയകളിലാണ് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. കേരള മുന്നിൽ വന്നതെന്നും മാധ്യമങ്ങൾക്ക് മനസ്സിലായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്ന് ആ കാര്യത്തിൽ കേന്ദ്രമന്ത്രി തന്നെ വ്യക്തത വരുത്തുകയും ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാകാം. അതെ അതെ, അതിനെ പോസിറ്റീവായി കാണണ്ടേ എന്നുള്ളതാണ് ശ്രീ അരുൺകുമാർ. നിഷ അതിന് ഒരു മറുപടി കൂടി പറഞ്ഞിട്ട് നിഷ അരുണിലേക്ക് കൊടുത്തു. പോസിറ്റീവായിട്ട് കാണണം. അതിന് മുമ്പ് ഒരു ആക്സിഡന്റ് കേസിനുള്ള യോഗമൊക്കെ ഒത്തു വന്നിട്ട് കേരളം ഇന്ന് അനുഭവിക്കുന്ന വ്യവസായങ്ങളുടെ സംരംഭങ്ങളുടെ ശവപ്പറമ്പായി മാറാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം CPM-നാണെന്ന് ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞിട്ട് വേണം പറയാൻ. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നാളെ ഭാവി ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇന്ന് വരെ സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം CPM ഏറ്റെടുത്ത് മാപ്പ് പറയണം. ഇവിടുത്തെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്നതിന്റെ കാരണം CPM ആണെന്ന്. ഇവിടുത്തെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്കും പോകുമ്പോ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ A. വിജയരാഘവൻ പറഞ്ഞെന്താ, വിദേശത്ത് പാത്രം കഴുകാൻ പോകുന്ന എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. ആക്ഷേപിക്കുക ചെയ്ത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം CPM എന്ന് പറഞ്ഞ പാർട്ടിക്കാ. അപ്പൊ നിങ്ങൾ അതിൽ ആദ്യം മാപ്പ് പറയണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അദ്ദേഹത്തിന്റെ എല്ലാ കൺട്രോളും പോയി. കാരണം കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം ചർച്ചയിൽ ഇങ്ങനെയാ, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ആരും ഇത് കേൾക്കരുത്, ഈ നേട്ടങ്ങളൊന്നും ആരും ചർച്ച ചെയ്യരുത്, ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതല്ലേ. ഇപ്പൊ ജനങ്ങൾക്ക് അറിയേണ്ടത് അതിനുമപ്പുറത്തേക്ക് 22 വർഷത്തിനിടെയുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ അത്രയ്ക്ക് ആശാവഹമായ ഒന്നും തന്നെ കേരളത്തിൽ നടന്നിട്ടില്ല. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് തന്നെ ഞാനത് കൺഫേം ആക്കട്ടെ. യഥാർത്ഥത്തിൽ ഞാൻ വായിച്ച വാർത്ത അങ്ങക്ക് കിട്ടിക്കാണും. മനോരമയുടെ തന്നെ വാർത്തയാണ്. അതിൽ കൃത്യമായിട്ട് UPSC-യുടെ കണക്കുകളാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ, പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾ തെറ്റിദ്ധരിക്കരുതല്ലോ. അതവിടെ നിൽക്കട്ടെ. അതെ, അത് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഓരോ സംസ്ഥാനത്തേതിനെ ഉദ്ധരിച്ചുള്ള കണക്കാണ്. അദ്ദേഹം പറഞ്ഞത് പബ്ലിക് സർവീസ് കമ്മീഷൻ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ നിയമനം നടത്തുന്നതെന്നാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അല്ല, മനസ്സിലായി. UPSC-യുടെ കണക്കാണല്ലോ ഇത്. മനോരമ ഓൺലൈൻ തന്നെ വാർത്തയാക്കിയതാണല്ലോ. അതിൽ 50% കേരളത്തിലാണെന്ന് അതിലുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്. ആരെയും തോപ്പിക്കാനോ വിജയിക്കാനോ വേണ്ടി പറഞ്ഞല്ലോ. വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കണം എന്നതാണ്. അതായിക്കോട്ടെ. ഇത് ഒരു 50 വർഷത്തിന് വഴിയുള്ള നിയമനങ്ങളുടെ കണക്ക് മാത്രമാണ് ഈ മനോരമ വാർത്ത. മറ്റ് സംസ്ഥാനങ്ങളിൽ PSC വഴിയല്ലാതെ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ വഴി വലിയ തോതിൽ നിയമനം നടക്കുന്നു എന്നാണ് വിഷ്ണു പറയുന്നത്. അതിലെന്താണ് സംശയം? മനോരമ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ വഴി നടത്തുന്ന നിയമനങ്ങളുടെ കണക്ക് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പോ നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂടിയുടെ തൊണ്ടേക്കറി കുരുങ്ങി. ഇല്ല, PSC മതി. ഞാനും പറയുന്നത് അത് തന്നെ. സർക്കാർ നിയമനം. ഇവിടെ സഹകരണ കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് നിരവധി ആളുകൾ നിയമിക്കുന്നുണ്ട്. ഓക്കെ, അത് തന്നെ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ഇവിടെ കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് നിരവധി ആളുകൾ നിയമിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് സ്വന്തമായിട്ട് ടെസ്റ്റും പരീക്ഷയും നടത്തി നിയമിക്കുന്നുണ്ട്. നിരവധി അത്തരത്തിലുള്ള എക്സാമിനേഷൻ ബോർഡുകൾ ഇവിടെയുണ്ട്. അതൊന്നും ഈ കണക്കിൽ പെട്ടിട്ടില്ല. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയാണ്. ഗവൺമെന്റ് നടക്കുന്ന സർക്കാർ നിയമനം അതാണ് പറഞ്ഞത്, അതാണ് ആധികാരികം. പിന്നെ 50 വർഷത്തിന് ശേഷം കേരളത്തെ ഞാൻ പറയട്ടെ, എത്ര ശതമാനം നിയമനം? ഞാൻ പറയട്ടെ, വിഷ്ണു ചോദിക്കുന്നതാണ് എത്ര ശതമാനം നിയമനം? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാ റിക്രൂട്ട്മെന്റിന് അതിന്റേതായിട്ടുള്ള മാനദണ്ഡമുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ കരാർ ജോലിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, സ്ഥിരം നിയമനം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രകാരം പല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ PSC വഴിയല്ലാതെ എത്ര ശതമാനം നിയമനം കേരളത്തിൽ പൊതുമേഖലയിൽ നടക്കുന്നു? പൊതുമേഖല ചോദ്യത്തിനുത്തരം പറയൂ. അത് കരാർ ജോലി മാത്രമേ പറ്റൂ, അല്ലാതെ നിയമനം പറ്റില്ല. പൊതുമേഖലാ സ്ഥാപനം കൃത്യമായി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇതേതാണ്ട് എലിക്കണിയിൽ സുനവെട്ടതുപോലെ സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. മറ്റെല്ലാ നിയമനങ്ങളും കരാർ ജോലിയാണ്. കേരളം നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യം പറഞ്ഞതുപോലെ ആയി പോകും. അരുൺകുമാർ,
അല്ല, നിങ്ങളെ എത്ര സുതാര്യമായ കണക്ക്, നിങ്ങൾ കൊടുത്ത വാർത്തയെ നിങ്ങൾ തന്നെ തള്ളി പറയുന്നു. UPSC കണക്ക് കോട്ട് ചെയ്ത് ഇല്ല, നിങ്ങൾ തള്ളി കൊടുത്ത പറയുന്നില്ല. ആ വാർത്തയെ വാർത്ത ഇപ്പോൾ ശരിയാണെന്ന്. ജയിക്കാൻ വേണ്ടി നിങ്ങൾ PSC-കൾ വഴി തള്ളി മാത്രം പറയുന്നു. നടത്തുന്ന ആയിക്കോട്ടെ, നിയമനങ്ങളുടെ ഇത് കണക്കാണ് കേൾക്കുന്ന വാർത്ത. അല്ല മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുന്നതിനെ പറ്റി ആ വാർത്തയിൽ ഇല്ല, കണക്കുകളില്ല. അതെ, എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അല്ല ഇന്നത്തെ വാർത്ത എന്താ? പ്രഹസനമാണ് PSC എന്ന് പറഞ്ഞാൽ PSC യെ കുറിച്ചല്ലേ മനോരമ ആനെ അക്ഷരത്തിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇത്രയും വലിയ നിക്ഷേപ സംഗമം നടക്കും, അതിന്റെ വാർത്തയല്ലല്ലോ ഫ്രണ്ടില്. വാർത്ത വന്ന് പ്രഹസനമാണ് PSC, നമ്മുടെ ചോദ്യ പ്രഹസനം. പ്രഹസനം തന്നെയാണ്. അതേ ഇത് പറ്റൂ. പ്രഹസനം. PSC യെ കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ PSC യെ കുറിച്ചല്ലേ പറയേണ്ടത്? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിങ്ങൾ PSC യെ കുറിച്ച് വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ സ്വകാര്യ സ്ഥാപനത്തെ കുറിച്ചല്ലല്ലോ പറയേണ്ടത്. ആ PSC വാർത്തയിൽ പറഞ്ഞതിന്റെ ആധികാരികതയാണ് ഞാൻ പറഞ്ഞത്. അത് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.